ഞാൻ തിരിച്ചു വരാം. നമുക്കിപ്പോൾ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് കൂടിയുണ്ട്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്, നമ്മളെയും പാകിസ്ഥാനും തമ്മിൽ വ്യത്യസ്തമാക്കുന്നത് ഇന്ന് നമ്മൾ ദില്ലിയിൽ കണ്ട നിർണായകമായ കൂടിക്കാഴ്ചകളാണ്. കഴിഞ്ഞ കുറേ നാളുകളായി ദില്ലിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന കൂടിക്കാഴ്ചകളാണ്. പ്രധാനമന്ത്രി നേരിട്ട് കരസേനാ മേധാവിയുമായും നാവികസേനാ മേധാവിയുമായും ചീഫ് എയർ മാർഷലുമായും ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫുമായിട്ടും മീറ്റിംഗ് നടത്തുന്നു. പ്രതിരോധ മന്ത്രി ഒരു ഭാഗത്ത് വ്യത്യസ്തമായ മീറ്റിംഗ് നടത്തുന്നു. ആഭ്യന്തര വകുപ്പ് മന്ത്രി മറ്റൊരു മീറ്റിംഗ് നടത്തുന്നു. സർവകക്ഷി യോഗം നടത്തുന്നു. നമ്മൾ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ മാർഗങ്ങളിലൂടെയും കൃത്യമായ ആർമിയെ ഗൈഡ് ചെയ്തും നിയന്ത്രിച്ചും കൃത്യമായ വിവരങ്ങൾ അറിഞ്ഞുമാണ് പോകുന്നത്. ബ്രീഫിങ്ങിൽ തന്നെ വളരെ പ്രിസിഷനോട് കൂടിയുള്ള സ്റ്റേറ്റ്മെൻറ്റുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ നമ്മൾ ചെയ്തതെല്ലാം വെരി ഗുഡ്, സോ ഫാർ വെരി ഗുഡ് എന്നുള്ള നിലയിൽ തന്നെ പ്രതിപക്ഷവും അംഗീകരിക്കുന്നുണ്ട്. ഇനി മുന്നോട്ടുള്ള പോക്കും ആ അർത്ഥത്തിൽ നമ്മളൊരു യുദ്ധസമാനമായ സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടത്തുന്നത്. മോക്ക് ഡ്രില്ലുകൾ വരുന്നു, സൈറൺ ഡ്രില്ലുകൾ വരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയും സർക്കാരിനുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു എസ്കലേറ്റ് ചെയ്ത് പാകിസ്ഥാനെ ആദ്യം അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അപ്പോഴും ഈ പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായിട്ട് പ്രകോപനം ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യം അത് സജ്ജമായി എന്ന് തന്നെയാണ് തെളിയിക്കുന്നത്, അല്ലേ അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്? ഏതു തരത്തിലുള്ള ആക്രമണത്തെയും അതിർത്തി കടന്നു വന്നാൽ നേരിടാൻ നമ്മൾ തയ്യാറാണ്, നമ്മൾ സജ്ജമാണ്. അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ്. തീർച്ചയായിട്ടും അതെ. നമ്മൾ വളരെ ക്ലിയറായി വളരെ ലൗഡായിട്ട് ലോകത്തിന് മുഴുവൻ മുന്നിൽ കൊടുത്തിട്ടുള്ളൊരു മെസ്സേജ് അത് തന്നെയാണ്. ഇന്ത്യ എന്ന രാജ്യം യുദ്ധം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. പക്ഷെ അതിൻ്റെ സ്വാതന്ത്ര്യത്തെയും പരമാധികാരത്തെയും അഖണ്ഡതയും സംരക്ഷിക്കാൻ യുദ്ധം വേണ്ടി വന്നാൽ യുദ്ധം ചെയ്യാൻ നമ്മൾ മടിക്കുകയില്ല എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ളൊരു സന്ദേശം ഇന്ത്യ ലോകത്തിന് മുമ്പിൽ കൊടുത്തു കഴിഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂർ ഫേസ് 1 നമ്മൾ നടത്തുന്ന സമയത്ത് നമുക്ക് പാകിസ്ഥാനെ ആക്രമിക്കണമെന്നോ പാകിസ്ഥാനിലെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ ആക്രമിക്കണമെന്നോ പോലുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നില്ല. നമ്മൾ വളരെ കൃത്യമായിട്ട് പാകിസ്ഥാനിലെ ടെറർ എസ്റ്റാബ്ലിഷ്മെൻറ്റുകളെ മാത്രമാണ് ആക്രമിച്ചത്. ഒരുപക്ഷെ നമ്മുടെ സൈന്യത്തിൻ്റെ ഒരു ശരീരഭാഷയിൽ നിന്ന് പോലും അത് വളരെ ക്ലിയറാണ്. ഞാനിന്ന് ശ്രദ്ധിക്കുകയായിരുന്നു. നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും, ആദ്യത്തെ ദിവസം MEAയുടെ മീഡിയ ബ്രീഫിംഗ് നടത്തിയിട്ടുള്ള സമയത്ത് 2 ഉദ്യോഗസ്ഥന്മാരും, അത് ആർമിയിലുള്ള കേണൽ സോഫിയ ഖുറേഷി ആണെങ്കിലും എയർഫോഴ്സിൽ നിന്നുള്ള വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ആണെങ്കിലും അവർ രണ്ടുപേരും ജനറൽ ഡ്യൂട്ടി യൂണിഫോംസാണ് ധരിച്ചിരുന്നത്. കോമ്പാറ്റ് യൂണിഫോംസ് ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. ആർമിയുടെ ഭാഗത്തുനിന്നാണെങ്കിൽ ഒലീവ് ഗ്രീൻ യൂണിഫോമാണ് ഉണ്ടായിരുന്നത്. എയർഫോഴ്സിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ലൈറ്റ് നേവി ബ്ലൂ കളർ യൂണിഫോമാണ് ഉണ്ടായിരുന്നത്. ജനറൽ ഡ്യൂട്ടി യൂണിഫോംസ് ആണ്. എന്നാൽ രണ്ടാം ദിവസം ഫേസ് 2 തുടങ്ങിയപ്പോൾ അവരുടെ യൂണിഫോം മാറി. അതായത് ആദ്യത്തെ ദിവസം നമ്മൾ പാകിസ്ഥാൻ്റെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകളുമായിട്ടൊരു കോൺഫ്ലിക്റ്റിലല്ല, നമ്മൾ അവിടുത്തെ തീവ്രവാദ കേന്ദ്രങ്ങളെയാണ് ആക്രമിച്ചത്. എന്നാൽ പാകിസ്ഥാൻ പകരമായിട്ട് ചെയ്തത് എന്താണ്? അവിടെ കൊണ്ട് അവസാനിപ്പിക്കുന്നതിന് പകരം നമ്മൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, നമ്മുടെ റെസ്പോൺസ് എന്താണ്? ഇറ്റ് ഈസ് മെഷേർഡ്, കൺട്രോൾഡ് ആൻഡ് നോൺ എസ്കലേറ്ററി. നമുക്ക് ആനുപാതികമായതും വളരെ കണക്ക് കൂട്ടി കൃത്യമായതുമായിട്ടുള്ള മറുപടി മാത്രമാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. എന്നാൽ പാകിസ്ഥാൻ അതിന് പകരമായി ചെയ്തത് ഇന്ത്യയുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ആക്രമിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അമൃത്സർ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ 15ഓളം നഗരങ്ങളിൽ ആർമി എസ്റ്റാബ്ലിഷ്മെൻറ്റ് നേരെ ഡ്രോൺ അറ്റാക്ക് നടത്താനുള്ള ശ്രമം അവർ നടത്തി. സ്വാഭാവികമായിട്ട് നമ്മുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്യാണ്. നമ്മുടെ രാജ്യത്തിന് നേരെയുള്ള ഒരു യുദ്ധപ്രഖ്യാപനമാണത്. ആ നിലയിൽ തന്നെ തിരിച്ചടിക്കാൻ നമ്മൾ നിർബന്ധിതരായി. അങ്ങനെയാണ് ഇന്നലെ ഫേസ് 2 നമ്മൾ അവിടുത്തെ അവരുടെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ തിരിച്ചടിക്കുന്ന സംവിധാനം ഉണ്ടായത്. അവിടുത്തെ എയർ ഡിഫൻസ് സംവിധാനങ്ങളെ ന്യൂട്രലൈസ് ചെയ്യുന്നതും HQ-9 ആണെങ്കിലും HQ-16 ആണെങ്കിലൊക്കെ ന്യൂട്രലൈസ് ചെയ്യപ്പെടുന്നതുമായിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അത് വിശദീകരിക്കാൻ വേണ്ടി നമ്മുടെ മീഡിയ ബ്രീഫിങ്ങിന് ഇവർ വരുമ്പോൾ അവരുടെ യൂണിഫോം കോമ്പാറ്റ് യൂണിഫോം ആയിരുന്നു. രണ്ടുപേരും കാമഫ്ലോഗിലേക്ക് മാറി. അത് ആർമി ആണെങ്കിലും ശരി, അത് എയർഫോഴ്സ് ആണെങ്കിലും ശരി, കോമ്പാറ്റ് സമയത്ത് സൈനികർ ഉപയോഗിക്കുന്ന ക്യാമഫ്ലാഗിലേക്ക് മാറി. ഇന്നും നമ്മൾ ക്യാമഫ്ലാഗിലാണ്. കാരണം എന്താണ്? ആ സൈനികമായിട്ടുള്ള സംഘർഷം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ വെച്ചും പാകിസ്ഥാനെ നിർത്താൻ തയ്യാറായിട്ടില്ല. ഇന്നലെയും അവർ നമ്മുടെ വെസ്റ്റേൺ ഫ്രണ്ട് മുഴുവൻ ആക്രമിക്കാനാണ് ശ്രമിച്ചത്. ഇന്ത്യയുടെ വെസ്റ്റേൺ ഫ്രണ്ടിലേക്ക് ഏതാണ്ട് 400ഓളം ഡ്രോണുകൾ അയച്ചുകൊണ്ട് നമ്മുടെ എയർ ഡിഫൻസ് സംവിധാനത്തെ ടെസ്റ്റ് ചെയ്യാനാണ് അവർ ശ്രമിച്ചത്. അതിലൊരു ഡ്രോണെങ്കിലും നമ്മുടെ ഉള്ളിൽ വന്ന് വീണിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് നടത്തുന്ന ചർച്ചയുടെ സ്വഭാവം മറ്റൊന്നാണ്. ഇപ്പം നമുക്ക് അതിനെ മുഴുവൻ പ്രതിരോധിക്കാൻ സാധിച്ചത് കൊണ്ടാണ്, 400 ഡ്രോണുകളെയും ന്യൂട്രലൈസ് ചെയ്യാനും അതിൻ്റെ ഡെബ്രിസ് അവിടെ തന്നെ വീഴ്ത്താനും സാധിച്ചത് കൊണ്ടാണ് നമുക്കിങ്ങനെ സൗകര്യമായിട്ടും സമാധാനപൂർവ്വം ഇരുന്ന് ചർച്ച നടത്താൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ തിരിയുന്ന അവസ്ഥ ഉണ്ടാവുമായിരുന്നു. പക്ഷേ അവരുടെ ആ രീതിയിലുള്ള പരിശ്രമങ്ങളെ പരാജയപ്പെടുത്താൻ നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചു എന്നത് ഇന്ത്യ അതിൻ്റെ പ്രതിരോധ മേഖലയിൽ എത്രത്തോളം കഴിഞ്ഞ വർഷങ്ങൾക്കിടയിൽ എത്രത്തോളം സ്വയം പര്യാപ്തതയും എത്രത്തോളം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റും കൈവരിച്ചിട്ടുണ്ട് എന്നതിൻ്റെ വളരെ കൃത്യമായിട്ടുള്ള സന്ദേശമാണ്. അതിന് നമ്മൾ വളരെ കൃത്യമായിട്ട് മറുപടി കൊടുക്കുന്നുണ്ട്. അവരുടെ ഈ രീതിയിലുള്ള തിരിച്ചടികൾക്ക് ഒരുപക്ഷെ ഫേസ് 3 തന്നെ ഇതിന് മറുപടി കൊടുക്കാൻ നമ്മൾ സജ്ജമാണ് എന്നുള്ള സന്ദേശമാണല്ലോ ഇന്നും നമ്മുടെ MEAയുടെ ബ്രീഫിങ്ങിൽ നമ്മൾ പങ്കുവച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ നിലയിലുള്ള ഭയങ്ങളൊന്നുമില്ല. ഇവിടുത്തെ ഒരു ചിത്രം മാറിയാൽ നമ്മൾ ശ്രദ്ധിക്കണം. വിശദീകരിക്കാൻ ആവശ്യപ്പെടട്ടെ. ഞാൻ അങ്ങിലേക്ക് തിരിച്ചു വരാം.